തോമസ് മുതലാളിയുടെ വീടല്ലേ? അതെ. ഒന്ന് കാണണമായിരുന്നു. ഞാൻ ഗോവിന്ദൻകുട്ടി, ഇത് ശിവരാമൻ. കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. അച്ഛൻ പറഞ്ഞോണ്ടല്ലോ കാണാൻ സൗകര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇത് വെടിവെക്കരുത് മുതലാളി, അബദ്ധം പറ്റിയതാണ്. ഇവനെന്റെ അച്ഛനെ പറഞ്ഞു, തന്തയ്ക്ക് പറഞ്ഞു. പിന്നെ അച്ചായ കാത്തിരിക്കാണെന്ന് അറിയാൻ വന്നതാ. അറിയുന്നതിന് മുമ്പ് എഴുതിച്ചോ പന്നി. അവൻ വിക്കനാണ്. അത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അത് പറയാനല്ലേ ഞാൻ വന്നത്. അതിനു മുമ്പ് അവനൊക്കെ അടിക്കാൻ ആര് പറഞ്ഞു? എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്താ. നമ്മുടെ പരിപാടിക്ക് ഒരാളെ കൂടെ വേണമെന്ന് മുതലാളി പറഞ്ഞായിരുന്നല്ലോ. വിശ്വസിക്കാം, നല്ല ചങ്കൂറ്റുവാ, കൂടെ നിൽക്കും. കണ്ടിട്ടൊരു കള്ള ലക്ഷണം. മുതലാളിക്ക് ബാങ്ക് മോഷണത്തിന് ഒരു ഹരിചന്ദ്രനാണ് വേണ്ടതെന്ന് ഞാൻ അറിഞ്ഞില്ല. ബാങ്ക് മോഷണം? പ്ലാൻ ഞാൻ പറയാം. ഇത് എലീന, എന്റെ കാമുകിയെന്നോ ഗേൾഫ്രണ്ട് എന്നോ കൂട്ടുകാരിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇവൻ ഞാൻ ഡ്യൂട്ടി തോമാച്ചിന്റെ ബ്രദർ. അപ്പൊ ഞങ്ങളുടെ കാശിന്റെ കാര്യം? അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടക്കും. പിന്നൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഓപ്പറേഷൻ സമയത്ത് ആരും ആരുടെയും പേര് വിളിക്കാൻ പാടില്ല. നമ്മൾ ആരൊക്കെയാണെന്ന് ഒരു തെളിവും പോലീസിന് കിട്ടരുത്. നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. നമ്മുടെ നാട്ടിൽ ഒരു കോഴിയെ മോഷ്ടിക്കുന്ന പോലെയുള്ളൂ ബോംബെയിൽ ബാങ്ക് മോഷ്ടിക്കുന്നത്. കോഴിയായാലും ബാങ്കായാലും മോഷണം തന്നെ. അകത്തായാലും 3 നേരം ഗോതമ്പുണ്ടെങ്കിലും കിട്ടും. ഒരു ബാങ്ക് മോഷണം എന്നൊക്കെ പറഞ്ഞാൽ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എത്ര തലമുറ കഴിഞ്ഞാലും അതിന്റെ ഒരു വെയിറ്റ്. എന്തായാലും ഞാനില്ല, വേറെ വല്ല രീതിയിലും. വേറെ നിന്റെ അച്ഛൻ കൊണ്ടുവച്ചു. ഞാൻ നീ ഒരു കാര്യം ചെയ്യ്, പൊയ്ക്കോ. ഞാൻ മോഷണം കഴിഞ്ഞു വന്നിട്ട് നിന്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയ പെൻഷൻ കാശ് പലിശ സഹിതം തിരിച്ചു തന്നേക്കാം. അതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു. പോരെ? പിന്നൊന്ന്, ഇവിടെ തെണ്ടി ജീവിക്കാന്നൊന്നും വിചാരിക്കണ്ട. അവർക്ക് യൂണിയൻ ഉണ്ട്. അത് ചേരാ തെണ്ടിയാലുണ്ടല്ലോ ആറ്റിക്കൊണ്ട് നൂന്നു പോവും. നീ ഒരു കാര്യത്തിൽ ലക്കിയാ, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ബെസ്റ്റാ. വഴി കിടന്ന് ചത്താലും ചീഞ്ഞളിയില്ല. കറക്റ്റായിട്ട് അവരെ അപ്പം തന്നെ എടുത്ത് കുഴിച്ചിടും. എന്താ? മോഷ്ടിക്കാൻ ഞാൻ റെഡി. ഒരിക്കലും മലയാളം പറയരുത്. അവർക്ക് മനസ്സിലാകും നമ്മൾ മലയാളികളാണ്. ഇവരുടെ പേര് വിളിക്കുന്നു. കേറി സാധനങ്ങൾ തന്നു. ജീവിതത്തിൽ ഒരിക്കലും ബ്രാൻഡി കുടിക്കരുത് കേട്ടോ മോനെ. നിനക്കറിയാല്ലേ? ഇവന്റെ പുറത്തുകൂടി കയറ്റി ഇറക്കേണ്ടി വരുന്നതാ തോന്നുന്നത്. ഓ മലയാളിയാണ് അല്ലടാ. കേട്ടടാ, എന്റെ നെഞ്ചത്തോടെ കേട്ടടാ. നിന്റെ അപ്പനെ പറിച്ചു തന്നടാ ഈ ബോംബെ റോഡ്. നിന്റെ പാട്ട വണ്ടി. अरे यार झगड़ा छोड़ो, निकलो यहाँ से. പൊടി കേട്ടടാ, വാതിലടക്കില്ലേന്ന്. എനിക്കൊരു കാര്യം പറയാണ്ട്. എനിക്ക് നിന്റെ അമ്മയ്ക്ക് വിളിക്കാനാ. നിന്റെ അമ്മയുടെ നെഞ്ചത്തോടെ കേട്ടടാ പന്നി. നോട്ടുകളെല്ലാം നമ്പേർഡ് ആയിരിക്കും, സൂക്ഷിക്കണം. പോലീസിന്റെ നിഗമനം എന്താണെന്ന് അറിയുന്നവരെ ഇതിവിടെ ഇരിക്കട്ടെ. നാളെ കാലത്ത് എല്ലാവരും ഫ്ലാറ്റിൽ വരിക. ബാക്കി തീരുമാനം അപ്പോൾ എടുക്കാം. നിങ്ങൾ നടന്നോ, എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട്. ബൈ. हेलो पुलिस कंट्रोल रूम, ध्यान से सुनिए.
The National Bank has been robbed by one Mr. Thomas Matthews. हाँ, वो अपर्णा अपार्टमेंट्स रूम नंबर 202 में रहते हैं. Bye.